السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله وعسى أولئك أن يكونوا من المهتدين. ഈ ആയത്തിന്റെ തർജമ ഇപ്രകാരമാണ്: അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും അല്ലാഹുവിനെയല്ലാതെ മറ്റാരെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവർ മാത്രമേ അല്ലാഹുവിന്റെ പള്ളികൾ പരിപാലിക്കുകയുള്ളൂ. അത്തരക്കാർ നേർമാർഗം പ്രാപിക്കുന്നവരിൽപ്പെട്ടവരായേക്കാം. അൽഹംദുലില്ലാ, അല്ലാഹു ഈ നഗരത്തിൽ നമുക്ക് ആദ്യത്തെ പള്ളി നിർമ്മിക്കുവാനുള്ള തൗഫീക്ക് നൽകിയിരിക്കുകയാണ്. ഇന്ന് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ്. ഭൗതികമായ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ആ കെട്ടിടങ്ങൾ ഏതൊന്നാണോ ഭൗതികമായ പ്രയോജനം കരസ്ഥമാക്കുന്നതിനു വേണ്ടി നിർമ്മിക്കുന്നത്, അതിന്റെ ഉദ്ഘാടന വേളയിൽ ലോകത്തിലെ രീതി അനുസരിച്ച് ഈ രാജ്യങ്ങളിൽ പ്രത്യേകമായ നിലയിൽ, ലോകത്ത് പൊതുവായ നിലയിലും ഭൗതികമായ പ്രത്യക്ഷ നിലയിലുള്ള സന്തോഷങ്ങളുടെ പ്രകടനങ്ങൾ ഉണ്ടാകും. ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകും: ഇതു മുഖേന ഞങ്ങൾ ഈ പ്രയോജനം എടുക്കുന്നതായിരിക്കും. അങ്ങനെ അവർ ആ പ്രയോജനം എടുക്കുകയും ചെയ്യും. എന്നാൽ പള്ളിയുടെ ഉദ്ഘാടനം നാം നടത്തുമ്പോൾ, പള്ളികൾ നാം നിർമ്മിക്കുമ്പോൾ ഈ ഒരു ചിന്തയോടുകൂടിയാണ് നാം നിർമ്മിക്കുന്നത്: അല്ലാഹുവിന്റെ പ്രീതി നമ്മൾ കരസ്ഥമാക്കണം. അല്ലാഹുവിന്റെ ഈ ഭവനം നിർമ്മിക്കുന്നതിലൂടെ നാം നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഉദ്ദേശമായി വെക്കേണ്ടത് അത് കേവലം ഇത് മാത്രമായിരിക്കണം: അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുക. അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനു വേണ്ടി ആ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊന്ന് ചെയ്യുവാനാണോ അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളത്, അതിൽ ഏറ്റവും ആദ്യത്തേത്, ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ
ഇബാദത്തിനോടുള്ള കടമകൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അത് ഈ വിധത്തിൽ നിർവഹിക്കേണ്ടതുണ്ട്. ഏതു വിധത്തിലാണോ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ ആയത്ത് ഞാനിപ്പോൾ തിലാവത്ത് ചെയ്തത്, അതിൽ ഏതുപോലെ അതിന്റെ തർജ്ജമയും ഞാൻ വായിച്ചു കേൾപ്പിച്ചു. അള്ളാഹു നമ്മോട് ഇതാണ് പറഞ്ഞിരിക്കുന്നത്: പള്ളി നിർമ്മിക്കുന്നവരുടെ ലക്ഷ്യം എന്തായിരിക്കണം, അല്ലെങ്കിൽ അവർ ആരാണ്? പള്ളിയുടെ നിർമ്മാണത്തിന്റെ കടമ നിർവഹിക്കുന്നവരായിട്ടുള്ളത്. അവർ അതിന്റെ ജനനിബിഡതയെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. അതിനെ നല്ല നിലയിൽ സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. അവർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ്. പറയുമ്പോൾ എല്ലാവരും പറയും, ഞങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ്. എന്നാൽ അല്ലാഹു പറയുന്നു, അതിന്റെ കർമ്മപരമായ പ്രകടനവും അനിവാര്യമാണ്. അത് അപ്പോഴാണ് സാധ്യമാവുക എപ്പോഴാണോ നമസ്കാരം നിലനിർത്തുന്നതിന്റെ കർമ്മപരമായ മാതൃക കാണിക്കുന്നത്. നമസ്കാരം നിലനിർത്തുക എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ കർമ്മപരമായ പ്രകടനം എങ്ങനെയാണ് ഉണ്ടാവുക, എങ്ങനെയാണത് സാധിക്കുക? അതിന്റെ കർമ്മപരമായ പ്രകടനം ഒന്ന്, ജമാഅത്തായിട്ടുള്ള നമസ്കാരം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, അല്ലാഹുവിന്റെ മുമ്പിൽ നമസ്കാരത്തിൽ ശ്രദ്ധയോടുകൂടി ആ ശ്രദ്ധയെ നിലനിർത്തുക എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർദ്ദേശങ്ങളിൽ നിന്നും വ്യാഖ്യാനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമസ്കാരം യഥാർത്ഥത്തിൽ നിലനിർത്തുന്നവർ അവരാണ്. ആരാണോ ജമാഅത്തായിട്ടുള്ള നമസ്കാരശീലമുള്ളവര്, അവരുടെ ശ്രദ്ധ പൂർണ്ണമായ നിലയിലും അല്ലാഹുവിലേക്ക് വെച്ചുകൊണ്ട് അവർ നമസ്കരിക്കുകയും ചെയ്യുന്നവരാണ്. ദുആയും ഇസ്തിഗ്ഫാറും ശ്രദ്ധയോടും കൂടി നമസ്കരിക്കുന്നവരാണവർ. അഥവാ ശ്രദ്ധ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ പോലും പിന്നീട് തങ്ങളുടെ ശ്രദ്ധയെ വീണ്ടും അല്ലാഹുവിലേക്ക് കൊണ്ടുവരുന്നു. നമ്മളിൽ ഓരോരുത്തർക്കും ആത്മപരിശോധന നടത്താൻ സാധിക്കും. എത്രത്തോളം നാം നമസ്കാരം നിലനിർത്തുക എന്ന ഈ നിലവാരത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവരായിട്ടുണ്ട്. ഈ ഭൗതിക ലോകത്ത് അധികവും ഒന്നാമതായി ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിലേക്ക് ശ്രദ്ധ ഇല്ലാത്തവരാണ്. അഥവാ പള്ളിയിൽ വന്നാൽ പോലും ഫർളായിട്ടുള്ള നമസ്കാരങ്ങളിലോ സുന്നത്തുകളിലോ ആ ഒരു ശ്രദ്ധ ഉണ്ടാവുകയില്ല, എത്രത്തോളമാണോ നമസ്കാരത്തിന്റെ അവകാശമായിട്ടുള്ളത്. അഥവാ അത്തരത്തിലുള്ള അവസ്ഥയാണ് എങ്കിൽ നാം സ്വയം നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നാം അവരിൽപ്പെട്ടവരാണോ? ആരെക്കുറിച്ചാണോ അല്ലാഹു പള്ളി നിർമ്മിക്കുന്ന ആളുകളെക്കുറിച്ചും അതിനോടുള്ള കടമകൾ നിർവഹിക്കുന്ന ആളുകളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. വീണ്ടും പറയുന്നു, അവര് സക്കാത്ത് നൽകുന്നവരാണ്, ദീനിനു വേണ്ടി ധനത്യാഗം ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ നന്മയ്ക്കു വേണ്ടി അവരോടുള്ള കടമകൾ നിർവഹിക്കുന്നതിനു വേണ്ടിയും ധനത്യാഗം ചെയ്യുന്നവരാണ്. വീണ്ടും അല്ലാഹു പറയുന്നു, ഇവർക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമല്ലാതെ മറ്റൊരു ഭയവും ഇല്ല. ഈ വ്യാകുലതയിലായിരിക്കും അവരുണ്ടാവുക. ഞങ്ങളുടെ ഏതെങ്കിലും കർമ്മത്തിന്റെ ഫലമായി അല്ലാഹു ഞങ്ങളോട് ദേഷ്യപ്പെടുമോ? അല്ലാഹുവിന്റെ സ്നേഹം നിഷേധിക്കപ്പെട്ടതായി മാറുമോ? തങ്ങളുടെ കർമ്മങ്ങൾ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെയ്യുന്നവരായിരിക്കും. ആ കൽപ്പനകളെ എപ്പോഴും തങ്ങളുടെ മുന്നിൽ വെക്കുന്നവരായിരിക്കും. ഏതൊന്നാണോ അല്ലാഹു ഒരു യഥാർത്ഥ മുസ്ലിമിനോട് ചെയ്യാനായി കൽപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു
ഏതൊന്നാണോ വിവരിച്ചിട്ടുള്ളത്. ഇത് ഒരു നിസ്സാരമായ ഉത്തരവാദിത്വമല്ല. അതായത് ഒരു മുഅ്മിൻ മുസൽമാന് നൽകിയിരിക്കുന്നത്. ഈ പള്ളി നിർമ്മിച്ചതിനു ശേഷം ഇവിടെ വരുന്നവർക്ക് അല്ലെങ്കിൽ ഈ പള്ളിയുമായി തങ്ങളെ ചേർത്ത് പറയുന്നവരുടെ ഉത്തരവാദിത്വം മുമ്പത്തേക്കാൾ കൂടുതൽ വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഇബാദത്തുകളുടെ നിലവാരവും ഉയർത്തണം, അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള കടമകളും നിർവഹിക്കണം. അപ്പോഴാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നേർമാർഗം പ്രാപിച്ചവരിൽ എണ്ണപ്പെടുന്നവരായി തീരുക. അപ്പോഴായിരിക്കും അവരിൽ നിങ്ങൾ ഉൾപ്പെടുക. ആരിലാണോ അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ ദൃഷ്ടി പതിയുന്നത്. ഈ ആയത്തിനു മുമ്പ് അള്ളാഹു ഒരു കാര്യം വിവരിച്ചിരിക്കുന്നു. മുശ്രിക്കീങ്ങൾക്ക് പള്ളി നിർമ്മിക്കുന്നതിന്റെ യാതൊരു അവകാശവുമില്ല, അല്ലെങ്കിൽ അത് ജനനിബിഡമാക്കുന്നതിനും അവകാശമില്ല. കാരണം അവരുടെ ഹൃദയം ദൈവേതരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആരുടെ ഹൃദയമാണോ ദൈവേതരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവർക്ക് അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിക്കാനേ സാധിക്കുകയില്ല. അവർക്ക് അള്ളാഹുവിനോടുള്ള കടമകളും അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള കടമകളും നിർവഹിക്കാൻ സാധ്യമല്ല. ഷിർക്ക് എന്ന് പറയുന്നതും പല വിധത്തിലുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരവസരത്തിൽ പറയുകയുണ്ടായി, ഷിർക്ക് പല വിധത്തിലുണ്ട്. ഒന്ന്, ആ വലുതും പ്രത്യക്ഷവുമായിട്ടുള്ള ഷിർക്കാണ്. അതിലേതെങ്കിലും മനുഷ്യനെയോ കല്ലിനെയോ അല്ലെങ്കിൽ നിർജീവമായ വസ്തുവിനെയോ അല്ലെങ്കിൽ ശക്തികളെയോ അല്ലെങ്കിൽ ഭാവനാത്മകമായ ദേവന്മാരെയോ ദേവതകളെയോ ദൈവമായി നിശ്ചയിക്കുന്നു. പറയുന്നു, അഥവാ ഈ ഷിർക്ക് ഇപ്പോഴും ലോകത്തുണ്ട് എങ്കിലും, പ്രത്യക്ഷമായ നിലയിലുള്ള ഈ ഷിർക്ക് ഇപ്പോഴും ഉണ്ട് എങ്കിലും, എന്നാൽ ഈ കാലഘട്ടം പ്രകാശത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും കാലഘട്ടമാണ്. ബുദ്ധി ഇത്തരത്തിലുള്ള ഷിർക്കിനെ വെറുപ്പോടുകൂടിയാണ് നോക്കുന്നത്. ഷിർക്കുണ്ട്, എന്നാൽ വിദ്യാഭ്യാസം മനുഷ്യനെ ഇതിന് യോഗ്യനാക്കിയിരിക്കുന്നു. ബുദ്ധി ഒരിക്കലും ഈ കാര്യം അംഗീകരിക്കുന്നില്ല. ഈ കല്ല് അല്ലെങ്കിൽ ഈ മൂർത്തി ഇത് ഞങ്ങൾക്ക് എന്തെങ്കിലും നൽകാൻ സാധിക്കുമെന്ന്. എന്നാൽ പറയുന്നു, മറ്റൊരു വിധത്തിലുള്ള ഷിർക്കുണ്ട്. അത് പരോക്ഷമായ നിലയിൽ വിഷം പോലെ വ്യാപിക്കുന്നതാണ്. അത് ഈ കാലഘട്ടത്തിൽ വളരെയധികം വർദ്ധിക്കുന്നു. അത് ഇതാണ്, അള്ളാഹുവിലുള്ള വിശ്വാസം പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. അവിടുന്ന് ഈ വിവരണം നൽകുന്നു, കാര്യഹേതുക്കളിലും മറ്റു വസ്തുക്കളിലും അള്ളാഹുവിനേക്കാൾ കൂടുതൽ വിശ്വാസമാണുള്ളത്. തങ്ങളുടെ ജോലികൾ, തങ്ങളുടെ കച്ചവടങ്ങൾ, തങ്ങളുടെ ഭൗതികമായ തിരക്കുകളിലേക്ക് കൂടുതൽ ശ്രദ്ധയാണുള്ളത്. ഇത് കാരണമാണ് നമസ്കാരത്തിലേക്ക് ശ്രദ്ധയില്ലാത്ത, പള്ളികൾ ജനനിബിഡമാക്കുന്നതിലേക്ക് ശ്രദ്ധയില്ല. അതുകൊണ്ട് നാം ഇപ്രകാരം ദുആ ചെയ്യേണ്ടതാണ്. വിനീതമായ നിലയിൽ അള്ളാഹുവിനോട് ഇപ്രകാരം യാചിക്കേണ്ടതാണ്, അള്ളാഹുവെ, ഞങ്ങളെ പരിപൂർണരായ മുഅ്മിനീങ്ങളാക്കി തീർക്കണമേ. കാരണം മുഅ്മിൻ ആയിത്തീരുക എന്നുള്ളതും അള്ളാഹുവിന്റെ ഫളിലിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് അവനോട് ചോദിക്കുന്നതിലൂടെ മാത്രമേ ഈ സ്ഥാനം നേടാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ കാര്യത്തിൽ മാത്രം സന്തോഷിക്കുന്നവരാകരുത്. നമ്മൾ വളരെ മനോഹരമായ ഒരു പള്ളി ഈ ഫിലാഡൽഫിയയിൽ നിർമ്മിച്ചു, അല്ലെങ്കിൽ ഈ നഗരത്തിൽ നിർമ്മിച്ചു. മറിച്ച് നമ്മൾ അതിന്റെ കടമകൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ഹാജരാകുമ്പോൾ നാം ഇപ്രകാരം കേൾക്കുന്നവരായി മാറണം, ഇവരാണ് അവർ, ആരാണോ പള്ളി അള്ളാഹുവിനു വേണ്ടി നിർമ്മിച്ചത്, പിന്നീട് അതിന്റെ കടമ നിർവഹിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തത്. അങ്ങനെ ഈ നിർമാർഗം പ്രാപിച്ച ആളുകളിൽ ഇവരെ എണ്ണപ്പെടുന്നു. ആരെക്കുറിച്ചാണോ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുള്ളത്, ആരിലാണോ അള്ളാഹു സന്തോഷം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഈ ചിന്തയെ
നാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ, ഇതിനുവേണ്ടി പരിശ്രമം ഉണ്ടാകുമ്പോൾ, ഈ പള്ളിയുടെ അനുഗ്രഹങ്ങളും ബർക്കത്തുകളും നാം ഈ ലോകത്തും അനുഭവിക്കുന്നവരായി മാറും. നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറകൾ ദീനുമായി ബന്ധപ്പെട്ടവരായി മാറും. നാം അള്ളാഹുവിന്റെ സന്ദേശത്തെയും ഈ പ്രദേശത്തും ഈ നഗരത്തിലും പ്രചരിപ്പിക്കുന്നവരായി മാറും. തൗഹീദിനെ ലോകത്ത് സ്ഥാപിക്കുന്നവരായി മാറും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പതാകയെ ലോകത്ത് പാറിപ്പറത്തുന്നവരായി മാറും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പള്ളികളുടെ നിർമ്മാണത്തിന്റെ ഒരു ലക്ഷ്യം ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊരു പ്രദേശത്താണോ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം, യഥാർത്ഥ സന്ദേശം എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, അവിടെ പള്ളികൾ നിർമ്മിക്കുക. അവിടുന്ന് പറയുകയുണ്ടായി, ഈ കാലത്ത് നമ്മുടെ ജമാഅത്തിന് പള്ളികളുടെ വളരെയധികം ആവശ്യമുണ്ട്. ഇത് അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്. ഏതൊരു നഗരത്തിലും ഗ്രാമത്തിലുമാണോ നമ്മുടെ ജമാഅത്തിന്റെ പള്ളി സ്ഥാപിതമായത്, അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, ജമാഅത്തിന്റെ പുരോഗതിയുടെ അടിസ്ഥാനം കുറിക്കപ്പെട്ടിരിക്കുന്നു. അഥവാ ഏതെങ്കിലും ഒരു ഗ്രാമമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നഗരമുണ്ടെങ്കിൽ, എവിടെയാണ് മുസ്ലിങ്ങൾ കുറവുള്ളത് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇല്ലാത്തതായിട്ടുള്ളത്, അവിടെ ഇസ്ലാമിന് പുരോഗതി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ ഒരു പള്ളി ഉണ്ടാക്കേണ്ടതാണ്. പിന്നീട് അള്ളാഹു സ്വയം മുസ്ലിങ്ങളെ അങ്ങോട്ട് വലിച്ചു കൊണ്ടുവരും. എന്നാൽ നിബന്ധന ഇതാണ്, കേവലം പള്ളി ഉണ്ടാക്കുന്നത് മാത്രം സംഭവിക്കുകയില്ല. പറയുന്നു, നിബന്ധന ഇതാണ്, പള്ളി നിർമ്മാണത്തിന്റെ നിയ്യത്ത് എന്ന് പറയുന്നത് ആത്മാർത്ഥമുള്ളതായിരിക്കണം. ഇഖ്ലാസോടുകൂടിയാണ് പള്ളി ഉണ്ടാക്കേണ്ടത്, അല്ലാതെ കാണിച്ചു കൂട്ടാനല്ല. കേവലം അള്ളാഹുവിനു വേണ്ടി മാത്രമാണത് നിർമ്മിക്കേണ്ടത്. അതായത് പള്ളിയുടെ നിർമ്മാണം എന്ന് പറയുന്നത് അള്ളാഹുവിനു വേണ്ടി മാത്രമായിരിക്കണം. ശാരീരികമായ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പത്തിന് ഒരു വിധത്തിലുള്ള പങ്കും അതിലുണ്ടാകാൻ പാടില്ല. അപ്പോൾ അള്ളാഹു അനുഗ്രഹം നൽകുന്നതായിരിക്കും. ഈ കാര്യമാണ് നാം എപ്പോഴും നമ്മുടെ മുമ്പിൽ വെക്കേണ്ടത്. പള്ളികൾ നമ്മൾ നിർമ്മിക്കുന്നു, പള്ളികൾക്ക് വേണ്ടി നമ്മൾ ധനത്യാഗം ചെയ്യുന്നു. അപ്പോൾ അതിലൊരു വിധത്തിലുള്ള കാണിച്ചുകൂട്ടലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് ലക്ഷ്യം ഇതായിരിക്കണം, പള്ളി ഉണ്ടാകുമ്പോൾ നമ്മളും ഇബാദത്തിനോടുള്ള കടമകൾ നിർവഹിക്കുന്നവരായി മാറും. നമ്മുടെ വരുന്ന തലമുറകളും സുരക്ഷിതരാകും. അവർ ദീനുമായി ബന്ധപ്പെട്ടവരായി തീരും. അതുകൊണ്ട് ഈ പള്ളിയുടെ നിർമ്മാണം ഇതിനെ ജനനിബിഡമാക്കുന്നതോടൊപ്പം ഇവിടെ ഉള്ള മറ്റൊരു വലിയ ഉത്തരവാദിത്വം കൂടിയുണ്ട്. അത് ഇവിടെ താമസിക്കുന്നവരിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഈ നഗരത്തിൽ ഇസ്ലാമിന്റെ തബ്ലീഗിനുള്ള മാർഗമായി ഈ പള്ളിയെ മാറ്റുക. പറയുന്നു, ഇവിടെ മുസ്ലിങ്ങൾക്ക് ഈ നഗരത്തിൽ 47 പള്ളികളും സെന്ററുകളുമുണ്ട്. എന്നാൽ ഒരു വ്യവസ്ഥാപിതമായ പള്ളി എന്ന നിലയിൽ നിർമ്മിക്കപ്പെടുന്ന ആദ്യത്തെ മസ്ജിദാണ് ഇത്. അപ്പോൾ മസ്ജിദ് എന്ന നിലയിൽ ഈ കെട്ടിടം ഈ നഗരത്തിൽ നിർമ്മിച്ചിട്ടുള്ളത് കേവലം ഇത് കാണിക്കുന്നതിന് വേണ്ടിയല്ല. മുസ്ലിങ്ങളുടെ പള്ളികളുടെ യഥാർത്ഥത്തിലുള്ള രൂപം ഈ വിധത്തിലായിരിക്കുമെന്ന്, മറിച്ച് ഇത് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഈ പള്ളിയിൽ നിന്ന് ഇസ്ലാമിന്റെ മനോഹരവും സമാധാന നിർഭരവുമായ അധ്യാപനം അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ലോകത്തിന്റെ മുമ്പിൽ ഉയർന്നു വരുന്നതായിരിക്കും. നമ്മളാണ് ദുആയോടും ഇബാദത്തോടും കൂടി ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കുന്നവർ. ഇവിടെ ഇപ്പോൾ മുമ്പത്തേക്കാൾ കൂടുതലായി തങ്ങളുടെ കർമ്മപരമായ മാതൃകയിലൂടെ അതിനെ പ്രചരിപ്പിക്കുക. ഈ പ്രദേശത്ത് ഇസ്ലാമിക അധ്യാപനത്തിന്റെ കർമ്മരൂപം പ്രകടിപ്പിച്ചുകൊണ്ട് നാം അഹമ്മദി മുസ്ലിങ്ങളുടെ അംഗസംഖ്യയും വർദ്ധിപ്പിക്കണം. എന്നാൽ നമ്മുടെ അഹമ്മദികളുടെ അംഗസംഖ്യയും എന്നോട് പറഞ്ഞിട്ടുള്ള ഇവിടെ നിന്ന് വളരെ ദൂരത്തിലാണ്, 1-2 വീടുകൾ ഒഴിച്ച്. അമീർ സാഹിബുമായി ഞാൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ കാര്യം അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. ഈ പള്ളിക്ക് വലിയ സ്ഥലം ഉണ്ട്, വലിയ പ്ലോട്ടാണ്, അവിടെ നിർമ്മാണത്തിനുള്ള അനുവാദവും ലഭിക്കും. അഥവാ
ഇവിടെ ഫ്ളാറ്റുകൾ നിർമ്മിക്കുകയാണെങ്കിൽ, വീടുകൾ നിർമ്മിക്കുകയാണെങ്കിൽ അഹമ്മദികൾക്ക് നിർമ്മിക്കാനുള്ള അനുവാദം നൽകുകയാണെങ്കിൽ പള്ളിയുടെ അടുത്ത് ജനങ്ങൾ ഉണ്ടാകും. എന്റെ ചിന്തയനുസരിച്ച് ഇത് നല്ല ഒരു നിർദ്ദേശമാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. അഥവാ ഈ നിർദ്ദേശം പ്രവർത്തനയോഗ്യമാണ് എങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഇവിടെ അഹമ്മദികൾ വന്നുകൊണ്ട് താമസിക്കുക. അങ്ങനെ അഹമ്മദികളുടെ താമസമുണ്ടാകുമ്പോൾ ഈ ഒരു നീയത്തോടുകൂടി വരുമ്പോൾ പള്ളികൾ ജനനിബിഡമാക്കണം, ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനം എത്തിക്കണം. അപ്പോൾ അല്ലാഹു ഈ നീയത്തിലും ബർക്കത്ത് നൽകുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹു തആല അഹമ്മദി അംഗസംഖ്യയിൽ വർധനവിന് കാരണമായി തീരുകയും ചെയ്യും. നമ്മുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു, 1920 ഹദ്റത്ത് മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബ് അമേരിക്കയിൽ വന്നപ്പോൾ, അദ്ദേഹം ഒരു മുബല്ലിഗായിക്കൊണ്ട് ഇവിടെ വന്നപ്പോൾ, ഇവിടെ ഫിലാഡൽഫിയ തുറമുഖത്താണ് അവിടുന്ന് ഇറങ്ങിയത്. എന്നാൽ അദ്ദേഹത്തെ ഈ രാജ്യത്ത് പ്രവേശിക്കാൻ അനുവദിച്ചില്ല, അതിന് അനുവാദം നൽകിയില്ല. ഏതായിരുന്നാലും ഒരു വീട്ടു തടങ്കലിൽ വെക്കുകയുണ്ടായി. അവിടെ മറ്റു തടവുകാരും ഉണ്ടായിരുന്നു. അങ്ങയുടെ തബ്ലീഗിന്റെ ഫലമായി 2 മാസത്തിനുള്ളിൽ 15 തടവുകാർ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. തബ്ലീഗിനോടൊപ്പം അദ്ദേഹത്തിന്റെ കർമ്മപരമായ മാതൃകയും ഉണ്ടായിരുന്നു, തഖ്വയും ഉണ്ടായിരുന്നു, അങ്ങയുടെ ദുആയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് തബ്ലീഗിനോടൊപ്പം വളരെ അനിവാര്യമായ കാര്യമാണ്. പിന്നീട് അങ്ങയുടെ താമസത്തിനിടയ്ക്ക് ഇവിടെ ഏകദേശം 5000-6000 ആളുകൾ അഹമ്മദിയാവുകയുണ്ടായി. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ആ സമയത്ത് ഇപ്രകാരം പറഞ്ഞിരുന്നു, അഥവാ ബൈഅത്തിന്റെ ഇതേ എണ്ണം ആണ് എങ്കിൽ ഏതാനും ദശവർഷങ്ങൾ കൊണ്ട് ഇത് ലക്ഷക്കണക്കിന് ആയിത്തീരും. ഏതായിരുന്നാലും ആ ടാർഗറ്റ് നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. തടസ്സങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവസ്ഥകൾ അങ്ങനെയായിരുന്നു, അതുമല്ലെങ്കിൽ നമ്മുടെ ബലഹീനതകളായിരുന്നു. എന്നാൽ ഇപ്പോൾ അവസരം ആണ്. നാം ഒരു ദൃഢനിശ്ചയത്തോടുകൂടി അതിനുവേണ്ടി പരിശ്രമിക്കുക. എന്നല്ല, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഇവിടെ സന്ദേശം എത്തിക്കഴിഞ്ഞിരുന്നു. അതിന്റെ പരാമർശം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഗ്രന്ഥം ബറാഹീനെ അഹമ്മദിയയിൽ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു, അതുപോലെ തന്നെ അനേകം ഇംഗ്ലീഷുകാർ ഈ രാജ്യങ്ങളിൽ ഈ ജമാഅത്തിനെ പ്രകീർത്തിക്കുന്നവരാണ്. തങ്ങളുടെ വിശ്വാസം ഇതുമായി അവർ പ്രകടിപ്പിക്കുന്നു, വലിയ രീതിയിൽ പ്രശംസിക്കുന്നു, അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ തീർച്ചയായും ഈ അധ്യാപനത്തെ അംഗീകരിക്കുന്നവരാണ്. അവിടുന്ന് പറയുന്നു, അങ്ങനെ ഡോക്ടർ ബേക്കർ, അദ്ദേഹത്തിന്റെ പേര് ജോർജ് ബേക്കർ യാ ബേഗർ എന്നാണ്, 404 നമ്പർ സസ്കാന എവന്യൂ, ഫിലാഡൽഫിയ, അമേരിക്ക, റിവ്യൂ ഓഫ് റിലീജിയൻ മാഗസിനിൽ എന്റെ പേരും എന്നെക്കുറിച്ചുള്ള പരാമർശവും വായിച്ചുകൊണ്ട് കത്തുകളിൽ ഈ വാക്കുകൾ എഴുതുന്നു. ആരാണോ ലേഖനം എഴുതിയത് അദ്ദേഹത്തിന് എഴുതുന്നു, ബേക്കർ സാഹിബ്, എനിക്ക് നിങ്ങളുടെ ഇമാമിന്റെ ചിന്താഗതിയോട് പൂർണ്ണമായി യോജിപ്പാണുള്ളത്. അദ്ദേഹം ഇസ്ലാമിനെ അതേ ശരിയായ രീതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഏതൊരു രൂപത്തിലാണോ ഹദ്റത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമർപ്പിച്ചത്. പിന്നീട് ഹദ്റത്ത് മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബ് തന്റെ ഒരു റിപ്പോർട്ടിൽ എഴുതുന്നു, ഈ എഴുത്തുകാരനായ വിനീതൻ ഇത്രയും കുറച്ച് ദിവസത്തിനുള്ളിൽ, അതായത് അമേരിക്കയിൽ പ്രവേശിച്ചതിനു ശേഷം കടന്നുപോയ ദിവസങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങളും തടസ്സങ്ങളും ഉണ്ടായിട്ടും അത് അസൂയാലുക്കളായ ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്, വളരെ വലിയ വിജയവും നേടാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ് അലാ സാദിഖ്. ഇപ്പോൾ ഇത് എഴുതുമ്പോൾ ഏകദേശം 29ഓളം ജെന്റിൽമാനും ലേഡികളും ഈ വിനീതന്റെ തബ്ലീഗിന്റെ ഫലമായി ദീനിൽ പ്രവേശിച്ചിരിക്കുന്നു. അവരുടെ പേര് അവരുടെ പുതിയ ഇസ്ലാമിക പേരോടൊപ്പം സമർപ്പിക്കുന്നു. വീണ്ടും വിശദീകരിച്ച് അദ്ദേഹം എഴുതുന്നു, ഇതിൽ നമ്പർ 1 നമ്പർ 2 ഡോക്ടർ ജോർജ് ബേക്കറും മിസ്റ്റർ അഹമ്മദ് എഡിസൺ
ഈ രണ്ട് സഹോദരന്മാരും വളരെ ദീർഘകാലമായി എന്നോട് എഴുത്തുകുത്തുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ദീർഘകാലമായി മുസ്ലിങ്ങളായിരിക്കുന്നു, മുഖ്ലിസായ മുസ്ലിങ്ങളാണ്. ഇവരുടെ പേരുകൾ ഈ ലിസ്റ്റിൽ ഏറ്റവും ആദ്യം വരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം മറ്റുള്ളവരുടെ പരാമർശമുണ്ട്. ഇപ്പോൾ ഇവിടെ കേട്ടിരിക്കുന്നു, ഫിലാഡൽഫിയയിൽ ഡോക്ടർ ബേക്കറിന്റെ ഖബറും അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹം 1918 വഫാത്തായത്. ഇവിടെയാണ് അദ്ദേഹത്തെ ഖബറടക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഏകദേശം ഇന്നേക്ക് 100 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അഹമ്മദിയത്ത് വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു ഞാൻ പറഞ്ഞതുപോലെ ഈ നഗരത്തിൽ നമുക്ക് മനോഹരമായ ഒരു പള്ളി നിർമ്മിക്കാനുള്ള തൗഫീക്ക് നൽകിയിരിക്കുന്നു. ഇത് മുഖേന ഒരു പുതിയ ദൃഢനിശ്ചയത്തോടുകൂടി ഇവിടുത്തെ ജമാഅത്തും ഇവിടുത്തെ മുബല്ലിഗും തബ്ലീഗിനുള്ള അത്തരത്തിലുള്ള പരിപാടികൾ തയ്യാറാക്കേണ്ടതാണ്. അത് മുഖേന ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനം, ഈ സന്ദേശം എല്ലായിടത്തും പ്രചരിക്കണം. ഈ പ്രദേശം സമാധാനത്തിന്റെയും മനോഹാരിതയുടെയും അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രദേശമായി മാറണം. ആളുകൾ പരിശ്രമിച്ചുകൊണ്ട് ഈ സ്ഥലത്ത് വന്ന് താമസിക്കാൻ താൽപര്യമുള്ളവരായി തീരണം. ജനനിബിഡതയുടെ അടിസ്ഥാനത്തിൽ ഈ നഗരം അമേരിക്കയിലെ 6ാമത്തെ വലിയ നഗരമാണ്. അഥവാ ഈ നഗരത്തിൽ അതുപോലെ തന്നെ ഇതിന്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ ഇസ്ലാമിന്റെ ശരിയായ സന്ദേശം എത്തിക്കുകയാണ് എങ്കിൽ ഈ ആളുകളിൽ നിന്ന് ആ ആളുകൾ ജനിക്കുന്നവരായി തീരും. അവർ യഥാർത്ഥത്തിലുള്ള ആബിദീങ്ങളും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരും പള്ളികളെ ജനനിബിഡമാക്കുന്നവരുമായിരിക്കും. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുമായി തീരും. അങ്ങനെ മാർഗദർശനം പ്രാപിച്ച ആളുകളായി മാറും. നമ്മൾ നിർമ്മിക്കുന്ന ഓരോ പള്ളികളും നമുക്ക് ഒരു ചാലഞ്ചായി നമ്മുടെ മുന്നിൽ വരികയാണ്. നമ്മൾ നമ്മുടെ അവസ്ഥകളും മെച്ചപ്പെടുത്തണം, അള്ളാഹുവിനോടുള്ള ബന്ധത്തിലും മെച്ചപ്പെടുത്തണം, നമ്മുടെ കർമ്മപരമായ അവസ്ഥയും മെച്ചപ്പെടുത്തണം. അതോടൊപ്പം തന്നെ തബ്ലീഗിന്റെ മേഖലയും തുറക്കണം. കേവലം ഈ കാര്യത്തിൽ മാത്രം സന്തോഷിച്ചിരിക്കരുത്. നമ്മൾ പള്ളി നിർമ്മിച്ചു. നാം ഈ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സത്യസന്ധനായ ദാസനെ അംഗീകരിച്ചിരിക്കുന്നു. ആരാണോ ഇസ്ലാമിന്റെ പുനരുജ്ജീവനം നടത്തേണ്ടിയിരുന്നത്, ഒരു പുതിയ ജീവിതം ആരംഭിക്കേണ്ടിയിരുന്നത്, അവിടുന്ന് ആ എല്ലാ തെറ്റിദ്ധാരണകളെയും ലോകത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു ആക്കണമായിരുന്നു. ഏതൊന്നാണോ ഇസ്ലാമിനെ കുറിച്ച് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്, അത് അമുസ്ലിങ്ങൾ മുഖേന ഉണ്ടായതാണെങ്കിലും അതല്ലെങ്കിൽ നാമധാരികളായ പണ്ഡിതന്മാരുടെ തെറ്റായ വ്യാഖ്യാനങ്ങൾ മുഖേന ഉണ്ടായതാണെങ്കിലും ശരി. ഇപ്പോൾ ഈ ജോലി നമ്മുടെ, അതായത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ വിശ്വസിക്കുന്നവരുടേതാണ്. ഈ ഒരർത്ഥത്തിൽ തങ്ങളുടെ മുഴുവൻ പരിശ്രമവും കഴിവുകളെയും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക, തങ്ങളുടെ അവസ്ഥകളും ഇബാദത്തുകളും ആ നിലവാരത്തിലേക്ക് കൊണ്ടെത്തിക്കുക. ഏതൊന്നാണോ അള്ളാഹുവിന്റെ പക്കൽ സ്വീകാര്യയോഗ്യമായിട്ടുള്ളത്, അതിനെക്കുറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ കൂടെ കൂടെ നമ്മുടെ ശ്രദ്ധയെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി ഉള്ള ചിലവ് എന്നോട് പറയുകയുണ്ടായി. ഇതുവരേക്കും $8.1 മില്യൺ ചിലവായിട്ടുണ്ട്. 1/3 ജമാഅത്ത് സ്വയം നൽകിയതാണ്. ബാക്കി വിശദവിവരം ഞാൻ പിന്നീട് പറയുന്നതാണ്. കുറച്ച് നാഷണൽ ഹെഡ്ക്വാർട്ടറും നൽകിയിട്ടുണ്ട്. എന്നാൽ $8.1 മില്യൺ ചിലവ് ചെയ്യുന്നതിന്റെ പ്രയോജനം അപ്പോഴാണ് ഉണ്ടാവുക എപ്പോഴാണോ അതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നത്. ദൂരത്തിലായിരുന്നിട്ടും ഇവിടെ ഇപ്പോൾ ആളുകളുടെ താമസമില്ല. ഈ നഗരത്തിൽ താമസിക്കുന്നവർ ഈ പള്ളിയുടെ ജനനിബിഡത 5 നേരവും ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു അവസരത്തിൽ പറയുകയുണ്ടായി, പള്ളികളുടെ യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം കെട്ടിടവുമായിട്ടല്ല, മറിച്ച് അതിൽ നമസ്കരിക്കുന്ന നമസ്കാരക്കാരുമായിട്ടാണ്. ആരാണോ ആത്മാർത്ഥതയോടുകൂടി നമസ്കരിക്കുന്നത്. അതല്ല എങ്കിൽ ഈ പള്ളികളെല്ലാം തന്നെ ജനശൂന്യമായിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ജനശൂന്യമായിരുന്നു. ഇന്നും
ജനനിബിഡമാണ് എങ്കിൽ പോലും അവിടെ തെറ്റായ രീതിയിൽ നാമധാരികളായ പണ്ഡിതന്മാരുടെ തെറ്റായ മുദ്രാവാക്യങ്ങൾ അത് സമാധാനത്തിന്റെ ഗേഹമാവുന്നതിന് പകരം കുഴപ്പത്തിന്റെ സ്ഥലമായി മാറ്റിയിരിക്കുകയാണ്. വീണ്ടും അവിടുന്ന് പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി ചെറുതായിരുന്നു. ഈന്തപ്പന ഓല കൊണ്ടാണ് അതിന്റെ മേൽക്കൂര പണിതിരുന്നത്. മഴ പെയ്യുമ്പോൾ മുകളിൽ നിന്ന് വെള്ളം ഇറ്റിറ്റി വീഴുമായിരുന്നു. എന്നാൽ അവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടന്നു. പറയുന്നു, പള്ളിയുടെ മനോഹാരിത അതിൽ നമസ്കരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പറയുന്നു, പള്ളികളെക്കുറിച്ചുള്ള കൽപ്പന അത് തെക്കുവക്ക് വേണ്ടി നിർമ്മിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി നമസ്കരിക്കുക, തക്കുവയിൽ ചരിച്ചുകൊണ്ട് ഈ പള്ളികളെ ജനനിബിഡമാക്കുകയാണ് എങ്കിൽ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുന്നതായിരിക്കും. അമുസ്ലിങ്ങളിൽ ഇസ്ലാമിന്റെ തബ്ലീഗ് ശരിയായ രീതിയിൽ നടത്താനും സാധിക്കുന്നതായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ പറയുകയുണ്ടായി, ആരാണോ നമ്മുടെ പള്ളികളിൽ ഈ നീയത്തോടുകൂടി പ്രവേശിക്കുന്നത് നന്മയുടെ കാര്യങ്ങൾ പഠിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരെ പോലെയാണവർ. ഇതാണ് യഥാർത്ഥ മുസ്ലിങ്ങളുടെ ലക്ഷ്യം. ഇന്ന് ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാം ജിഹാദിനുള്ള കൽപ്പന നൽകുന്നു. ചില മുസ്ലിങ്ങളുടെ കർമ്മങ്ങളും ഈ അപകീർത്തിപ്പെടുത്തതിൽ പങ്കുള്ളതാണ്. എന്നാൽ യഥാർത്ഥ മുഅ്മിന്റെ ജോലി ഇതാണ്: നന്മകൾ പഠിക്കുക, നന്മകൾ അനുസരിച്ച് പ്രവർത്തിക്കുക, നന്മകൾ വ്യാപിപ്പിക്കുക. അഥവാ അയാൾ ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ജിഹാദ് ചെയ്യുക ഇന്ന് നമ്മൾ അഹമ്മദികളുടെ ജോലിയാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ കൂടെ നമ്മെ നന്മയിൽ ചരിക്കുവാനും തഖ്വയിൽ ചുവടുകൾ വെക്കുവാനും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരവസരത്തിൽ അവിടുന്ന് പറയുകയുണ്ടായി, ഈ വസിയ്യത്ത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. പറയുന്നു, ഈ വസിയ്യത്ത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആരാണോ ഈ ജമാഅത്തിൽ പ്രവേശിച്ച് ഞാനുമായി ബന്ധവും ശിഷ്യബന്ധവും വെക്കുന്നത്, അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അവര് നല്ല കാര്യങ്ങളിലും തഖ്വയുടെ ഉന്നത നിലവാരത്തിലും എത്തിച്ചേരുക എന്നുള്ളതാണ്. ഒരുവിധത്തിലുള്ള കുഴപ്പവും പ്രശ്നവും ദുർനടപ്പും അവരിൽ ഉണ്ടാകരുത്. അവര് 5 നേരം നമസ്കരിക്കുന്നവരായി മാറണം. കളവ് പറയരുത്, ആർക്കും നാവുകൊണ്ട് പ്രയാസമേൽപ്പിക്കരുത്, ബുദ്ധിമുട്ടിപ്പിക്കരുത്, ഒരുവിധത്തിലുള്ള തിന്മയും അവർ ചെയ്യുന്നവരാകരുത്. ഒരുവിധത്തിൽ അക്രമവും കുഴപ്പവും ഫിത്നയുടെയും ചിന്ത അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത്. മറിച്ച് എല്ലാവിധത്തിലുള്ള പാപങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നും ചെയ്യാനും പറയാനും പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്നും എല്ലാവിധത്തിലുള്ള തിന്മകളിൽ നിന്നും ഒരു വിധത്തിലുള്ള തിന്മകളും അവരിൽ നിന്ന് പ്രകടമാകരുത്. എല്ലാവിധത്തിലുള്ള ശരീരേച്ഛയുടെ ആവേശവും അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് അവർ വിട്ടുനിൽക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹൃദയരും കുഴപ്പം ഉണ്ടാക്കാത്തവരും ദരിദ്ര പ്രകൃതമുള്ളവരുമായി തീരുക. ഒരുവിധത്തിലുള്ള വിഷലിപ്തമായ കാര്യങ്ങളും അവരുടെ അസ്തിത്വത്തിൽ ഉണ്ടാകരുത്. എല്ലാ മനുഷ്യരോടുമുള്ള അനുകമ്പ അവരുടെ അടിസ്ഥാന തത്വമായിരിക്കണം. അള്ളാഹുവിനെ അവർ ഭയപ്പെടുന്നവരായിരിക്കണം. തങ്ങളുടെ നാവുകൊണ്ടും കൈകൊണ്ടും ഹൃദയത്തിന്റെ ചിന്ത കൊണ്ടും എല്ലാവിധത്തിലുള്ള അവിശുദ്ധവും കുഴപ്പമായിട്ടുള്ള മാർഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും 5 നേര നമസ്കാരം കൃത്യനിഷ്ഠയോടുകൂടി നിലനിർത്തുകയും എല്ലാ അക്രമം, മർദ്ദനം, വഞ്ചന, കൈക്കൂലി, അവകാശധ്വംസനം, അനാവശ്യമായ പക്ഷം പിടിക്കൽ എന്നിവയിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുക. ആരെയെങ്കിലും അനാവശ്യമായ രീതിയിൽ പക്ഷം പിടിക്കുക എന്ന് പറയുന്നതും തെറ്റാണ്. ആളുകളുടെ അവകാശം ധ്വംസിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ദുർസഹവാസത്തിൽ ഇരിക്കരുത്. പ്രത്യേകിച്ച് യുവാക്കൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ദുഷിച്ച സഹവാസത്തിൽ ഇരിക്കുന്നതിൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. വിവിധ തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ദുഷിച്ച സഹവാസങ്ങളാണ്. ഇതിൽ നിന്നെല്ലാം തന്നെ രക്ഷപ്പെടേണ്ടതാണ്. ഇവിടെ പാകിസ്ഥാനിൽ നിന്ന് ഒരുപാട് ആളുകൾ അസൈലം
എടുത്തു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ റഫ്യൂജികളായി വന്നിട്ടുണ്ട്. അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ അഹമ്മദിയുടെ മുന്നിലും കേവലം ഈ ലോകത്തിലെ സന്തോഷവും ആഗ്രഹങ്ങളും മാത്രമായിരിക്കരുത്, മറിച്ച് അടുത്ത ലോകത്തെക്കുറിച്ചുള്ള വ്യാകുലതയാണ് ഉണ്ടായിരിക്കേണ്ടത്. അവിടെയുള്ള പാരിതോഷികങ്ങളും പ്രയോജനങ്ങളും എന്നെന്നും നിലനിൽക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹുവും മനുഷ്യരുടെ കർമ്മങ്ങളുടെ ഒരു രജിസ്റ്റർ തയ്യാറാക്കുന്നു. ഓരോ ദിവസവും ആ കർമ്മങ്ങൾ എഴുതപ്പെടുന്നു. പറയുന്നു, മനുഷ്യനും തന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു രജിസ്റ്റർ തയ്യാറാക്കേണ്ടതാണ്. സ്വയം മനുഷ്യൻ പരിശ്രമിക്കേണ്ടതാണ്, നോക്കേണ്ടതാണ്. ഇന്ന് മുഴുവൻ ദിവസവും ഞാൻ എന്തെല്ലാം നന്മകളാണ് ചെയ്തത്, എന്തെല്ലാം തിന്മകളാണ് ചെയ്തത്, ഏതെല്ലാം നന്മകൾ അനുസരിച്ചാണ് പ്രവർത്തിച്ചത്, ഏതെല്ലാം അനുസരിച്ച് പ്രവർത്തിച്ചില്ല. പറയുന്നു, ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. തയ്യാറാക്കുക മാത്രമല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക. അപ്പോഴാണ് മനുഷ്യന് നന്മയിലേക്ക് പോകാൻ സാധിക്കുക, അള്ളാഹുവിന്റെ മുമ്പിൽ നേർമാർഗം പ്രാപിച്ചവരിൽ ഉൾപ്പെടുക. പറയുന്നു, നന്മയിൽ എത്രത്തോളം മുന്നോട്ട് കുതിക്കാൻ സാധിച്ചു. മനുഷ്യന്റെ ഇന്നും ഇന്നലെയും ഒരുപോലെ ആകാൻ പാടില്ല. ആരുടെ ഇന്നും ഇന്നലെയുമാണോ നന്മയിൽ എത്രത്തോളം പുരോഗതി പ്രാപിച്ചു ഒരേപോലെ ആയിട്ടുള്ളത്, അയാൾ നഷ്ടത്തിലാണ്. പറയുന്നു, അഥവാ തുല്യത്തിലാണ് എങ്കിൽ അത് ഒരു പ്രയോജനവുമില്ല, മറിച്ച് നഷ്ടമാണ്. മനുഷ്യൻ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരും അവൻ പരിപൂർണമായി വിശ്വസിക്കുന്നവരുമാണെങ്കിൽ ഒരിക്കലും പാഴാക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഇത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു സ്ഥാനമാണ്. അള്ളാഹു നമ്മളിൽ അനുഗ്രഹം ചൊരിയുമ്പോൾ അതിന് നന്ദി കാണിക്കുക എന്നത് നമ്മളിൽ നിർബന്ധമാണ്. അതുകൊണ്ട് അവർ ആരാണോ തങ്ങളുടെ ഭൗതിക വ്യവഹാരങ്ങൾ കാരണം അള്ളാഹുവിനോടുള്ള കടമകളെയും തങ്ങളുടെ ഇബാദത്തുകളെയും മറന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട വിധം ശ്രദ്ധിക്കാത്തത്, അവർ പരിശോധന നടത്തുക. നാം നമ്മുടെ ബൈഅത്തിന്റെ പ്രതിജ്ഞ എന്താണ്, നമ്മുടെ കർമ്മം എന്താണ്? ഇവിടെ പുതുതായി വന്നിട്ടുള്ളവർ അവരും ചിന്തിക്കുക, ലോകത്തിൽ ഭൗതികതയിൽ മുങ്ങുക എന്നുള്ളതല്ല പുരോഗതി, മറിച്ചത് നാശമാണ്. അവരെപ്പോഴും ഈ കാര്യം മുന്നിൽ വെക്കണം, ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്നവരായി മാറണം, പള്ളിയോടുള്ള കടമകൾ നിർവഹിക്കുന്നവരായി മാറണം, അള്ളാഹുവിനുള്ള ഇബാദത്തിന്റെ കടമകൾ നിർവഹിക്കുന്നവരായി മാറണം. ഹദ്റത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറ്റൊരു ഉദ്ധരണി കൂടി കേൾപ്പിക്കാം. അവിടുന്ന് പറയുന്നു, ഓർത്തുകൊള്ളുക, നമ്മുടെ ജമാഅത്ത് ഇതിനു വേണ്ടിയല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതുപോലെ സാധാരണ ഭൗതികരായ ആളുകൾ ജീവിച്ചു പോകുന്നു, കേവലം നാവ് കൊണ്ട് പറഞ്ഞു ഞങ്ങൾ ഈ ജമാഅത്തിൽ പ്രവേശിച്ചവരാണ്, എന്നിട്ട് കർമ്മത്തിന് യാതൊരു ആവശ്യവും മനസ്സിലാക്കിയില്ല. ഏതുപോലെ നിർഭാഗ്യവാരായ മുസ്ലിങ്ങളെ പോലെ. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ മുസ്ലിങ്ങളാണോ? അവർ പറയും, നന്ദി, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, അൽഹംദുലില്ലാ. എന്നാൽ നമസ്കരിക്കുകയില്ല, ദൈവിക ചിഹ്നങ്ങളെ ബഹുമാനിക്കുകയില്ല. ഇത് ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അതായത് നിങ്ങൾ കേവലം നാവ് കൊണ്ട് പറയുകയും കർമ്മമായി ഒന്നും കാണിക്കാതിരിക്കുകയും ചെയ്യുക. ഇതങ്ങേറ്റം മോശമായ അവസ്ഥയാണ്. അള്ളാഹു ഇതിനെ ഇഷ്ടപ്പെടുന്നില്ല. ലോകത്തിന്റെ ഈ അവസ്ഥ തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അള്ളാഹു എന്നെ പരിഷ്കരണത്തിന് വേണ്ടി എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. അഥവാ ഞാനുമായി ബന്ധം വെച്ചതിനു ശേഷവും ആരെങ്കിലും തങ്ങളുടെ അവസ്ഥകളിൽ പരിഷ്കരണം നടത്തുന്നില്ല എങ്കിൽ, കർമ്മപരമായ ശക്തിക്ക് വർധനവ് നൽകുന്നില്ല എങ്കിൽ, കേവലം നാവ് കൊണ്ടുള്ള ഏറ്റുപറച്ചിൽ മതിയായി മനസ്സിലാക്കുന്നുവെങ്കിൽ, അഥവാ അവർ തങ്ങളുടെ കർമ്മം കൊണ്ട് എന്റെ ആവശ്യമില്ലായ്മയെ ശക്തി ചെലുത്തുകയാണ് ചെയ്യുന്നത്. കർമ്മപരമായ ശക്തി എന്ന് പറയുന്നത് ഇതാണ്. ഇതുപോലെ വിവരിച്ചു കഴിഞ്ഞു, അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിക്കുക, ഇബാദത്തുകളോടുള്ള കടമകൾ നിർവഹിക്കുക, സൃഷ്ടികളോടുള്ള കടമകൾ നിർവഹിക്കുക, അള്ളാഹുവിന്റെ സന്ദേശത്തെ ലോകത്ത് എത്തിക്കുക. അഥവാ നിങ്ങൾ നിങ്ങളുടെ കർമ്മം കൊണ്ട് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ വരവ് തന്നെ നിരർത്ഥകമാണ്. അപ്പോൾ പിന്നെ ഞാനുമായി ബന്ധം വെക്കുന്നതിന്റെ അർത്ഥം തന്നെ എന്താണ്? ഞാനുമായി ബന്ധം വെക്കുന്നുണ്ട് എങ്കിൽ എന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പൂർത്തിയാക്കുന്നവരായി മാറുക. അത് ഇതാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥതയും കൂറും കാണിക്കുക, വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് അതേപോലെ പ്രവർത്തിക്കുക. ഇതുപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത്, സഹാബാക്കൾ ചെയ്തു കാണിച്ചത്. വിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ ഉദ്ദേശത്തെ അറിയാൻ ശ്രമിക്കുക, എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക. അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ഇത്രമാത്രം കാര്യം മതിയാവുകയില്ല. നാവ് കൊണ്ട് അംഗീകരിച്ചു, എന്നിട്ട് കർമ്മത്തിൽ യാതൊരു പരിശ്രമവും പ്രകാശവും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുക. ഓർത്തുകൊള്ളുക, അള്ളാഹു സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ജമാഅത്ത് അതൊരിക്കലും കർമ്മമില്ലാതെ ജീവനോടെ നിലനിൽക്കുകയില്ല.
കർമ്മമില്ലാതെ ജമാഅത്ത് ഒരിക്കലും നിലനിൽക്കുകയില്ല. ഇത് ആ അതിമഹത്തായ ജമാഅത്താണ്. അതിന്റെ ആരംഭം ആദം അലൈഹി ഇസ്ലാം മുതൽ ആരംഭിച്ചു. ഒരു നബിയും വന്നിട്ടില്ല ഈ ക്ഷണത്തെക്കുറിച്ച് വാർത്ത നൽകാതെ. അതുകൊണ്ട് ഇതിനെ വിലമതിക്കുക. അതിനെ വിലമതിക്കുക എന്ന് പറയുന്നത് ഇതാണ്: തങ്ങളുടെ കർമ്മം കൊണ്ട് നിങ്ങൾ തെളിയിച്ചു കാണിക്കുക. സത്യസംഘം നിങ്ങൾ തന്നെയാണ്. ഇത് ഒരു എളുപ്പമുള്ള ജോലിയല്ല. വളരെയധികം വ്യാകുലപ്പെടേണ്ടതും ശ്രദ്ധിക്കേണ്ടതും കാര്യമാണ്. എപ്പോഴും ഓർത്തുകൊള്ളുക, ഭൗതികതയും ഈ ഭൗതിക ലോകവും നമ്മുടെയും നമ്മുടെ തലമുറയുടെയും നിലനിൽപ്പിനുള്ള ജാമ്യമല്ല. മറിച്ച് ഈ ലോകത്തും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ ഫضലുകളും കരസ്ഥമാക്കുന്നതിനു വേണ്ടി അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ നിലനിൽപ്പിനുള്ള ജാമ്യം. അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ചരിക്കുക എന്നുള്ളതാണ് നിലനിൽപ്പിനുള്ള ജാമ്യം. അള്ളാഹു എല്ലാവർക്കും ഇതനുസരിച്ച് ജീവിതം കഴിച്ചുകൂട്ടുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇതുപോലെ പള്ളികളുടെ ഉദ്ഘാടനത്തിൽ പൊതുവായ രീതിയാണ് ഞാൻ പള്ളികളെക്കുറിച്ച് ചില വിശദവിവരവും പറയാറുണ്ട്. അതും സമർപ്പിക്കുകയാണ്. കുറച്ച് ഡീറ്റെയിൽസും സമർപ്പിക്കുകയാണ്. ഈ പള്ളിയുടെ ഭൂമി 2007 വാങ്ങിയത്. 2013 ഏകദേശം 6 വർഷങ്ങൾക്ക് ശേഷം ഇതിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് ചില തടസ്സങ്ങൾ വന്നു. അത് ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ ആണെങ്കിലും അത് വന്നു. ഏതായിരുന്നാലും ഈ വർഷം ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായി. ഇതുപോലെ ഞാൻ പറഞ്ഞു, $8.1 മില്യൺ ചിലവായത്. അതിൽ പ്രാദേശിക ജമാഅത്ത് 2,43,05,000 ഫിലാഡൽഫിയ ജമാഅത്ത് നൽകുകയുണ്ടായി. 1,24,00,000 അമേരിക്കയിലെ മറ്റ് ജമാഅത്തുകൾ ഇതിനുവേണ്ടി നൽകി. 4,47,00,000 നാഷണൽ ഹെഡ്ക്വാർട്ടർ നൽകുകയുണ്ടായി. ഏകദേശം പകുതിയിൽ കൂടുതൽ നാഷണൽ ഹെഡ്ക്വാർട്ടറിന്റേതാണ്. തുടക്കത്തിൽ കേവലം 2 ഏക്കർ ഭൂമിയാണ് വാങ്ങിയിരുന്നത്. പിന്നീട് 1 ഏക്കർ കൂടി വാങ്ങിക്കുകയുണ്ടായി. 2015 ഒരു മുസ്ലിം, ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് തോന്നുന്നു, ഈ ഭൂമിയുമായി ചേർന്നിട്ടുള്ള ഒരു പ്ലോട്ട് 3/4 ഏക്കർ പ്ലോട്ട് ജമാഅത്തിന് സമ്മാനമായി നൽകി. അയാളുടെ ഭൗതികമായ എന്തോ ലക്ഷ്യമുണ്ടായിരുന്നു. ഏതായിരുന്നാലും ചാരിറ്റി എന്ന നിലയിൽ അയാൾ നൽകുകയുണ്ടായി. അങ്ങനെ മുഴുവൻ ഇതിന്റെ ഭൂമി എന്ന് പറയുന്നത് ഇപ്പോൾ 4 ഏക്കറാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഹൗസിംഗ് സ്കീമും ഫ്ളാറ്റും ഒക്കെ നിർമ്മിക്കാവുന്നതാണ്. ഈ കെട്ടിടത്തിന്റെ കവേർഡ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് 21,400 സ്ക്വയർ ഫീറ്റ് ആണ്. 3 നിലയുള്ള കെട്ടിടമാണ്. ബേസ്മെന്റിൽ ഒരു കൊമേഴ്ഷ്യൽ കിച്ചൺ ഉണ്ട്. നടുവിലുള്ള നിലയിൽ അല്ലെങ്കിൽ 2ാം നിലയിൽ മുബല്ലിഗിന് താമസിക്കുവാനുള്ള ഒരു അപ്പാർട്ട്മെന്റ് നിർമ്മിച്ചിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ ഓഫീസുകളും ലൈബ്രറിയും നിർമ്മിച്ചിട്ടുണ്ട്. പള്ളിയുടെ ഭാഗം ആണ് 2ാമത്തെ ഭാഗം. അത് 2 നിലയിലാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വലിയ ഒരു ഹാൾ ഉണ്ട്. അത് 5,000 സ്ക്വയർ ഫീറ്റ് ആണ്. അതിൽ പാർട്ടീഷൻ ചെയ്ത് 2 ഭാഗം ആക്കിയിരിക്കുന്നു. 350 പുരുഷന്മാർക്കും 350 സ്ത്രീകൾക്കും നമസ്കരിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. കെട്ടിടത്തിന്റെ ഈ ഭാഗത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ വാഷ്റൂം ഉണ്ട്. മറ്റ് ആവശ്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. 6,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു മൾട്ടിപർപ്പസ് ഹാൾ ഉണ്ട്. അതിൽ 700 ആളുകൾക്ക് ഇരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കളിക്കുവാനുള്ള സൗകര്യങ്ങളുമുണ്ട്. ജമാഅത്തി ഓഫീസുകളുമുണ്ട്. 44 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥിര സംവിധാനമുണ്ട്. ഇതുകൂടാതെ 86 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും സാധിക്കും. ഈ പള്ളിയുടെ നിർമ്മാണ ഉദ്ദേശം പൂർത്തിയാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏതൊന്നാണോ ഞാനിപ്പോൾ വിവരിച്ചു കഴിഞ്ഞിട്ടുള്ളത്, ഓരോ അഹമ്മദിയും ഈ ലക്ഷ്യം പൂർത്തിയാക്കുന്നവരായി മാറട്ടെ. ഈ പ്രദേശത്ത് ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം എത്തിക്കുന്നതിനുള്ള അടിസ്ഥാന ശിലയായി ഈ പള്ളി മാറട്ടെ. الحمد لله نحمده ونستعينه ونستغفره
ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر